ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി സെക്കൻഡ് ടൈം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചർച്ച ചെയ്യാം, എഴുതാം. പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്ത് വിതയ്ക്കലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ. ഈ വരികളിൽ മലയാള കവിതയോടുള്ള കവിയുടെ താല്പര്യം എത്രത്തോളം പ്രകടമാകുന്നുണ്ട്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. പ്രാദേശികമായ വ്യത്യാസങ്ങൾ മലയാള ഭാഷയ്ക്കുണ്ട്. വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് പാറശാല വരെ മലയാളം ഭാഷാഭേദങ്ങളോടെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് കവി പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ എന്ന പ്രയോഗത്തിലൂടെ ഭാഷാ വൈവിധ്യവും സാംസ്കാരിക പാരമ്പര്യവും എടുത്തുകാട്ടുന്നത്. ഈ പ്രയോഗം മലയാള ഭാഷയോടുള്ള കവിയുടെ അഭിമാനത്തെ വ്യക്തമാക്കുന്നുണ്ട്. മനസ്സിൽ വിഭ്രമ വിഷവിത്ത് വീണാലും ദേവസുന്ദരിയായ മലയാള ഭാഷയുടെ മാധുര്യം താൻ മറക്കില്ല എന്ന് പറയുന്നതിലൂടെ ഭാഷയോടും കവിതയോടുമുള്ള തൻ്റെ അചഞ്ചലമായ സ്നേഹവും കവി വ്യക്തമാക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. അടുത്തതായി നമ്മൾ നോക്കുന്നത് വിശകലന കുറിപ്പാണ്. ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞുമീൻ്റെ ചോദ്യത്തിന് വിവിധ കൂട്ടങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്താവാം അതിന് കാരണം? വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? വിശകലന കുറിപ്പ് നോക്കാം. അറിവിൻ്റെ കടൽ തേടിയിറങ്ങുന്ന കുഞ്ഞുമീനിൻ്റെയും കുഞ്ഞുങ്ങളുടെ സംശയങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടുന്ന മുതിർന്നവരുടെയും പുതിയ കാലത്തെ വരച്ചു കാട്ടുന്ന നാടകമാണ് ജയപ്രകാശ് കുളൂരിൻ്റെ മീനോളം. ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞുമീനിൻ്റെ ചോദ്യം കടലിനെ ലോകത്തിൻ്റെ പ്രതീകമായി എടുത്തുകാട്ടുന്നു. കടലറിവ് തേടിപ്പോയ കുഞ്ഞുമീൻ തിരിച്ചു വരുന്നത് നിലനിൽപ്പിൻ്റെ പരാജയ ഭീതിയോടെയാണ്. കടല് തേടിപ്പോയി മാനം മുട്ടെ അറിവുകളുമായി തിരിച്ചു വന്ന കുഞ്ഞുമീൻ ജീവിതാവസ്ഥകൾ മനസ്സിലാക്കുന്നു. സംശയങ്ങൾക്ക് പലപ്പോഴും വ്യക്തത വരാറില്ലെങ്കിലും മാറ്റങ്ങളെല്ലാം തിരിച്ചറിയാനുള്ള ജീവിതപാഠം അവ നൽകാറുണ്ട്. കാലത്തിനനുസരിച്ച് ലോകത്തിന് മാറ്റമുണ്ടാകുന്നു എന്ന വലിയ പാഠമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂട്ടുകാരും ഇതുപോലൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കഥാപാത്ര നിരൂപണമാണ്. അതായത് ഈ നാടകത്തിൽ മീനോളം എന്ന നാടകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രന്മാരാണ്? ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? സവിശേഷതകൾ വിശദീകരിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പം മീനോളം എന്ന നാടകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രന്മാരാണ്, അവരെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുഞ്ഞുമീനിനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം എഴുതാം. ജയപ്രകാശ് കുളൂരിൻ്റെ മീനോളം നാടകത്തിലെ ജിജ്ഞാസുവായ കുഞ്ഞുമീൻ വലിയ പങ്കാണ് നാടകത്തെ സംബന്ധിച്ച് വഹിക്കുന്നത്. അന്വേഷണ തൽപരതയും പരിശ്രമവും ആ കഥാപാത്രത്തെ വേറിട്ട് നിർത്തുന്നു. അനന്തമജ്ഞാതം അവർണ്ണനീയം എന്ന നാലുപാട്ട് എഴുതിയ പോലെ അത്ഭുതങ്ങൾ തേടിയിറങ്ങിയ സംശയ വ്യക്തതയ്ക്കായി സ്വന്തമായിട്ട് വീട് വിട്ടിറങ്ങിയ കുഞ്ഞുമീൻ ധീരതയുടെ പ്രതീകമാണ്. കടലാഴങ്ങളിൽ മാത്രം ഒതുങ്ങാതെ മാനത്തോളം ഉയരാൻ കുതിച്ച അന്വേഷണ കുതുകിയായ കഥാപാത്രം സഞ്ചാരത്തിനു ശേഷം തിരിച്ചെത്തിയപ്പോൾ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ കൂടി അവൾ മനസ്സിലാക്കുകയാണ്. അയലക്കൂട്ടം, ആവോലിക്കൂട്ടം തുടങ്ങി വ്യത്യസ്ത പുലർത്തുന്നവർക്ക് ജീവിതാവസ്ഥകളും വ്യത്യസ്തത നിറഞ്ഞതായിരിക്കുമെന്ന് പാഠം നൽകാൻ കുഞ്ഞുമീനിൻ്റെ കഥാപാത്രം നമ്മെ സഹായിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞുമീനിനെ കുറിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് എന്ത് ചെയ്യാം? കഥാപാത്ര നിരൂപണം തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ഉപന്യാസമാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഈ മൊഴിമൊഴിയുമഴക് എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ആശയങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിയാണ് നമ്മൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. മാതൃഭാഷ ഒരു കുട്ടി ആദ്യമായി ഉച്ചരിക്കുന്ന ഭാഷയാണ്. അതിലൂടെയാണ് അവൻ ലോകത്തെ അറിഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായ ബോധന മാധ്യമം മാതൃഭാഷയാണ്. ഈ വസ്തുത മനസ്സിലാക്കി മാതൃഭാഷയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നാം സന്നദ്ധരാകേണ്ടതാണ്. എന്നാൽ ഇന്ന് മാതൃഭാഷയെ മലയാളം പഠിക്കുന്നത് പോലും മാനക്കേടാണ് എന്ന് കരുതുന്നവരാണ് അധികവും. എല്ലാ ഭാഷകളും നാം അറിയണം. ഒരു ഭാഷ പഠിക്കുമ്പോൾ നാം അറിയാതെ ഒരു സംസ്കാരത്തെ കൂടി പഠിക്കുകയാണ്. ഇത് തിരിച്ചും സംഭവിക്കാം.
ഒരു സംസ്കാരത്തോടുള്ള അഭിനിവേശം ഭാഷയോടുള്ള ആരാധനയായി മാറാം. ഇന്നത്തെ മലയാളത്തിൻ്റെ അവസ്ഥ തുടർന്നാൽ മലയാള ഭാഷ മരിച്ചെന്ന് വരാം. മലയാള ഭാഷയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രതയോടെ ഇരിക്കണം. മാതൃഭാഷാ പഠനം കാര്യക്ഷമമായ വിദ്യാലയങ്ങളിൽ നടക്കണം. മാതൃഭാഷാ പഠനത്തിന് പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാവണം. ഭരണഭാഷ മലയാളം ആയതുകൊണ്ടോ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചാലോ മലയാളം സർവകലാശാല ഉണ്ടായാലോ ഒന്നും മലയാളം രക്ഷപ്പെടില്ല. കുട്ടികൾക്ക് മലയാള ഭാഷയോട് അടുപ്പം ഉണ്ടാകണം. അതിന് യോജിച്ച വിധത്തിലുള്ള ഭാഷാ വ്യവഹാര രൂപങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം. കവിതയും കഥയും ധാരാളം വായിക്കണം. പുതിയ പാഠപുസ്തകങ്ങൾ അതിന് സഹായിക്കും. 7ാം ക്ലാസ് കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റ് മൊഴിമൊഴിയുമഴക് ഭാഷാ പഠനം കാര്യക്ഷമമാക്കുന്നത് സമർത്ഥമായ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നു. ശരിയായ രീതിയിൽ കുട്ടികൾ അത് പരിശീലിച്ചാൽ മാത്രമേ ഭാഷയുടെ സൗന്ദര്യം അവരിലെത്തൂ. കാവ്യനർത്തകിയിൽ കവിതയുടെ നൃത്തമാണ് ഉള്ളതെങ്കിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കിനെ പറ്റിയിട്ടുള്ള ലേഖനം വാക്കിൻ്റെ ശക്തി നമുക്ക് പറഞ്ഞു തരുന്നു. പുതിയ പാഠപുസ്തകങ്ങൾ അതിന് സഹായിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് പോലെ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ നിങ്ങളുടെ സ്കൂളിലെ സാഹിത്യ സമാജം ഭാഷോത്സവം സംഘടിപ്പിക്കുന്നു. അതിന് കാര്യപരിപാടികൾ അടങ്ങുന്ന നോട്ടീസ് തയ്യാറാക്കുക. അപ്പോൾ നോട്ടീസാണ് ഇവിടെ താഴെ നൽകുന്നത്. അപ്പം മൊഴിച്ചിറക് നിൽക്കി ഇതേപോലെ ചിത്രമൊക്കെ വരച്ച് നിങ്ങൾക്ക് മനോഹരമാക്കാവുന്നതാണ്. ഇതിന് എഴുതാം: പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിൽ ലൈബ്രറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നവംബർ 1 വെള്ളിയാഴ്ച ഭാഷോത്സവം മൊഴിച്ചിറക് സംഘടിപ്പിക്കുന്നു. മലയാള ഭാഷയുടെ ഭാവി എന്തായിരിക്കുമെന്ന് ഓരോ മലയാളികളെയും പോലെ നമുക്കും ചിന്തിക്കാം. ഈ ഭാഷോത്സവത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ എല്ലാ ഭാഷാ സ്നേഹികളെയും സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി, ലൈബ്രറി ക്ലബ്ബ്. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? കാര്യപരിപാടികൾ എഴുതാം. കാലത്ത് 10 മണിക്ക് വിവേകോദയം ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയം. പ്രാർത്ഥന, സ്വാഗതം, അധ്യക്ഷ പ്രസംഗം, ഉദ്ഘാടനം ഇവരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ സെമിനാറിൽ പങ്കെടുക്കുന്നവർ, മോഡറേറ്റർ, ഇതൊക്കെയാണ് നാടകം. ലാസ്റ്റ് എന്താണ്? യെസ്, നന്ദി. അപ്പോൾ ഏവർക്കും സ്വാഗതം എന്നൊക്കെ എഴുതി യെസ് ഇതുപോലെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ നോട്ടീസ് മനോഹരമാക്കി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.